കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ദൈവം എന്നോട്ട് ഇടപെട്ടൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. ആകയാൽ എൻ്റെ വാക്ക് കേൾക്കുക, ഞാൻ ഒരാലോചന പറഞ്ഞുതരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസ്ഥനിരിക്കുക, നീ കാര്യങ്ങളെ ദൈവസേനയിൽ കൊണ്ടുചെല്ലുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കറിയാം, യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച കാര്യവും അവർക്ക് വേണ്ടി ചെങ്കടലിൽ രണ്ടാക്കി അത്ഭുതം ചെയ്ത കാര്യങ്ങളും അങ്ങനെ മരുഭൂമിയിൽ അവർ നടത്തിയ വിധങ്ങളൊക്കെയും മോശയുടെ അമ്മായിപ്പനായ യിത്രോ, മിദ്യാനിലെ പുരോഹിതനായ യിത്രോ കേട്ട് കഴിഞ്ഞപ്പോൾ താനിതാ മോശയുടെ ഭാര്യയായ സിപ്പോറയും 2 ആൺമക്കളെയും കൂട്ടി മോശയെ കാണുവാൻ ഇതാ മരുഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ മോശയ്ക്ക് അറിവ് കിട്ടി, അമ്മായിയപ്പൻ, ഭാര്യ, 2 മക്കൾ കാണാൻ വന്നു പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യം, മോശ ഓടിച്ചെന്ന് അമ്മായിപ്പനെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് കുശലം ചോദിച്ച് ആ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നു. എന്തൊക്കെയാണെങ്കിൽ മിക്കവാറുള്ളൊരു ശുശ്രൂഷയിൽ നിൽക്കുന്നവർ ഭാര്യ വീട്ടുകാരായിട്ട് അളിയനോട്, അമ്മായിയപ്പനോട്, അങ്ങനെ ഫാമിലിയോട് വലിയ സഹകരണമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ മോശയുടെ ഒരു പ്രത്യേകത, 19 വയസ്സായിട്ടും അമ്മായിപ്പനെ സ്നേഹിക്കുകയും അമ്മായിപ്പന് ചുംബനം കൊടുക്കാനൊക്കെ മോശയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ നമുക്കറിയാം, അങ്ങനെ അവർ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തതിന് ശേഷമായിട്ട് പിറ്റേ ദിവസം ഈ യിത്രോ കാണുന്നൊരു കാര്യം, കൂടാരത്തിന് ചുറ്റും, മോശയുടെ കൂടാരത്തിന് ചുറ്റും വളരെ ജനങ്ങൾ കന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ചോദിച്ചു, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ മോശ പറഞ്ഞ കാര്യം, അവർ ദൈവത്തോട് ചോദിക്കുവാൻ, അല്ലെ അവരുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി അവരെൻ്റെ അടുക്കൽ കടന്നു വരും. അപ്പോൾ മോശയുടെ ശുശ്രൂഷയെപ്പറ്റി പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ മോശയുടെ അടുക്കൽ കടന്നു വരും. അപ്പോൾ മോശ ആ വിഷയം ദൈവസന്നിധി വെക്കും. നമ്മൾ ആ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവം ഇറങ്ങി വന്ന് മോശയോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളും ദൈവത്തോടൊന്ന് കൂടുതൽ അടുത്താൽ, ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ ദൈവാലോചന കേൾക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാനൊക്കെയും നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ ദിവസം അപ്രകാരം ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവാലോചന കേൾക്കുവാൻ നമുക്ക് കർത്താവിനോട് ഒന്ന് അടുക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായിത്തീരും. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അമ്മായിയപ്പൻ യിത്രോ പറയുന്നൊരു കാര്യമാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ പറയുന്നു, നീ ഈ ചെയ്യുന്ന കാര്യം നിനക്ക് ഭയങ്കര ഭാരമുള്ള കാര്യമാണ്. നീയും നിൻ്റെ കൂടെയുള്ള ജനമൊക്കെ ക്ഷീണിച്ചു പോകും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കൊരു ആലോചന പറഞ്ഞുതരാം. ഇവിടെ പറയുന്ന കാര്യം, അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുര്യാദയം വെറുക്കുന്നതുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിലും തിരഞ്ഞെടുത്ത് അവർക്ക് 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായി നിയമിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യം, നീ ദൈവത്തിൽ നിന്നുള്ള ആലോചന ദൂതൊക്കെ അവരെ അറിയിക്കണം. മാത്രമല്ല, ഇത് ചില പുരുഷന്മാരെയും കൂടെ അധിപതിമാരായി അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. അത് എങ്ങനെയുള്ളവരാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഒന്ന് ദൈവഭക്തന്മാരായിരിക്കണം. ഇന്ന് അനേകർ ദൈവഭക്തി ഇല്ലാത്ത ഒരുപാട് പേര് വേല ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ദൈവഭക്തന്മാരായിരിക്കണം. 2 സത്യവാന്മാരായിരിക്കണം. പറഞ്ഞ സകല കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പായിട്ട് നടക്കുന്നവർക്ക് കൊണ്ട് ഈ പണിക്ക് കൊള്ളത്തില്ല. 3-ാമത്തെ കാര്യമാണ് ദുരാദായം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം നോക്കി ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാശുകാരെ കണ്ട അവരെ പൊക്കിക്കൊണ്ട് അവർക്ക് ഭയങ്കര ബഹുമാനം കൊടുത്ത് അങ്ങനെയുള്ളവരെയും ഈ പണിക്ക് കൊള്ളത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പണക്കാരുടെ കൂടെ എപ്പോഴും പണക്കാരെ പൊക്കിക്കൊണ്ട് നടന്ന് നമ്മളെല്ലാവരെയും സ്നേഹിക്കണം.
പാവങ്ങളെയും പണക്കാരെയും എല്ലാം സ്നേഹിക്കുന്നതാണ് ശുശ്രൂഷ. അവർക്ക് വേണ്ടി എല്ലാം ഇടിവിൽ നിൽക്കുന്നതാണ് ശുശ്രൂഷ. അല്ലാതെ അവരെ കാണുമ്പോൾ അവരുടെ കൂട്ടും ബുദ്ധി, അവർക്കാണ് കഴിവ്, അങ്ങനെയൊന്നും ഉള്ളവരെ കൊണ്ട് ഇത് പണി കൊള്ളത്തില്ല. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ സഭയ്ക്ക് ശുശ്രൂഷ ആൾക്കാർ പോരാഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ചിലരെ ഉപേക്ഷിക്കുകയാണ്. സഭയിൽ കടന്നു വരുന്ന ചിലരെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടക്കും, ചിലരെ അവിടെ ഉപേക്ഷിക്കുകയാണ്. വിധവമാരെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഗുണമില്ലാത്തതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ പരാതി ഉണ്ടായി അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചില ആൾക്കാരെ മൈൻഡ് ചെയ്യാതെ ചില ആൾക്കാരെ പൊക്കുന്നു നടക്കുകയും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ പരാതി പറയും. അങ്ങനെ അവിടെ പരാതി പറഞ്ഞതുകൊണ്ട് അപ്പോസ്തലന്മാർ ചേർന്ന് 7 പേരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അവരെപ്പറ്റി എഴുതിയിരിക്കുന്നതും നല്ല പരിശുദ്ധാത്മാവ് നിറവുള്ളതും നല്ല സാക്ഷ്യമുള്ളതും ജ്ഞാനത്താൽ നിറഞ്ഞതുമായ ചിലരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ അവിടെ പറയുകയാണ്, സത്യസന്ധന്മാരും ദുരാദായം വെറുക്കുന്നതുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരെ 1000 പേർക്ക്, 100 പേർക്ക്, 50 പേർക്ക്, 10 പേർക്ക് അധിപന്മാരായി നിയമിക്കാൻ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ ഈ മോശ മിസ്രൈമിലെ വലിയ ജ്ഞാനവും ബുദ്ധിയും കഴിവും എല്ലാം ഉള്ളതാണ്. എന്നാൽ മോശ ചെയ്തൊരു കാര്യം, തൻ്റെ അമ്മായിപ്പൻ്റെ ആ വാക്ക് കേട്ട് അതനുസരിക്കാനിടയായി തീർന്നു. ഇന്നും നമ്മൾ മൂത്തവരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ള അറിവുള്ളവരുടെ ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കേട്ട് അനുസരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ഇന്ന് മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നതാണ് ശരി, ഞാനെന്തോ ഭയങ്കര സംഭവമാണ്, എൻ്റെ വാക്കിനപ്പുറം ഒന്നുമില്ല. അങ്ങനല്ല, എല്ലാവർക്കും ബുദ്ധിയുണ്ട്. നിൻ്റെ ബുദ്ധി എല്ലായിരിക്കും, എൻ്റെ ബുദ്ധിയല്ല മറ്റുള്ളവർക്ക്, മറ്റുള്ളവരുടെ ബുദ്ധിയല്ല എനിക്ക്, എൻ്റെ കഴിവല്ല മറ്റുള്ളവർക്കുള്ളത്. ചിലർക്ക് നല്ല കഴിവുള്ളവർ കാണും, കഴിവില്ലാത്തവർ കാണും. എന്നാൽ പല വിഷയം നല്ല കഴിവും പ്രാപ്തിയുള്ള അനേകർ കാണും. അപ്പോൾ നമ്മളെല്ലാവരെയും കഴിവില്ലാത്തവനാണ് അയ്യോ അങ്ങനെയൊന്നും കാണാതിരിക്കുക. എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുക, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക. ഇവിടെ ഇതാ മോശ അമ്മായിപ്പൻ്റെ വാക്ക് കേട്ട് അങ്ങനെ പുരുഷന്മാരെ തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നു. അതാ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ആ കർത്താവിൻ്റെ ദൈവനാമം മഹത്വപ്പെടുത്തും അനേകക്കാർ അനുഗ്രഹവും മോശയ്ക്കും ഒരു ആശ്വാസമായി തീർന്നു. ഇവിടെ ഈ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ ആ 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് അനുഗ്രഹമാവുക മാത്രമല്ല, ആ സ്തെഫാനോസ് സഭയ്ക്ക് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ഇടയായി തീർന്നു. ഫിലിപ്പോസിനെ പറ്റി നമുക്കറിയാം. സഭ ചിതറിയതിന് ശേഷമായിട്ട് ഫിലിപ്പോസ് ശമരിയയിൽ ചെന്ന് വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു സുവിശേഷം വളരെ അറിയുവാനിടയായി തീർന്നു. അതുപോലെ എത്യോപ്യക്കാരനായ ഷണ്ണൻ ഫിലിപ്പോസ് മരുഭൂമിയിൽ ചെന്ന് അവനോട് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് അവൻ ചെന്ന് എത്യോപ്യയിൽ, ആ ഷണ്ണനാണ് സുവിശേഷം ആ എത്യോപ്യയിൽ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പൊക്കെ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അപ്പോൾ ആ മോശ ആ വാക്ക് കേട്ട് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വലിയ അനുഗ്രഹമായി തീർന്നു. ഇന്ന് ഈ കാലം നോക്കിക്കഴിഞ്ഞാൽ ഏത് വ്യഭിചാരിയോടും ക്ഷമിക്കും, മദ്യപാനിയോടാണെങ്കിലും സ്നേഹിക്കും, ഏത് തെറ്റി നടക്കുന്നവരോടും വളരെ സ്നേഹവും കരുണയൊക്കെ ഉണ്ട്. എന്നാൽ മിക്കവാറുമുള്ള സഭകളിലൊക്കെ ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ശുശ്രൂഷയെന്ന് വളരണം, കൃപാരങ്ങളെന്ന് വളരണം, അല്ലെങ്കിൽ പ്രസംഗ ശുശ്രൂഷയെന്ന് വളരണം, ആത്മീയമായി വളരണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവനെ കൊന്ന് അവനെ എങ്ങനെയും മുടിപ്പിച്ച് കുത്ത് മാത്രമേ അനങ്ങത്തുള്ളൂ. ഒന്നുകിൽ അവനെ പരിഹസിച്ച്, ഒന്നുകിൽ അവനെ കളിയാക്കി എങ്ങനെ അവനെ തകർക്കാമോ അങ്ങനെ തകർക്കുന്നൊരു കാലഘട്ടമാണ്. ഒരുപാട് പേര് നമുക്കറിയാം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഒരുപാട് പേര് മുറിവേറ്റ് വേദനപ്പെട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മോശ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഇസ്രായേൽ മക്കളുടെ വലിയ വിടുതലും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീർന്നു. ആ അമ്മായിപ്പം പറയുവാണ്, ഞാനൊരാലോചന പറഞ്ഞുതരാം. ആ ആലോചന ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും നന്മയ്ക്കും കാരണമായി തീർന്നു. ഈ ദിവസത്തിൽ നമുക്ക് ആലോചനകൾ ഏറ്റെടുക്കാം, ദൂത് ഏറ്റെടുക്കാം, മറ്റുള്ള അഭിപ്രായങ്ങൾ ഏറ്റെടുക്കാം, ദൈവാലോചന ഏറ്റെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.